ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഏകാദശോധ്യായം. ഇതിൽ 8 ശ്ലോകങ്ങൾ വരെ എടുത്തു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കത് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകാദശോധ്യായ. മൈത്രേയ ഉവാച. നിശമ്യഗതതാം ഏവം ഋഷീണാം ധനുഷി ധ്രുവഃ സന്ദധേസ്ത്രമുപസ്പൃശ്യ നാരായണ നിർമ്മിതം സന്ധീയമാന ഏതസ്മിൻ മായാഗുഹ്യകനിർമ്മിതാ ക്ഷിപ്രം വിനേശുർവിദുര ക്ലേശ ജ്ഞാനോദയേ യഥാ തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജത സുവർണപുംഖാ കളഹംസവാസസഃ വിനിസൃത ആവിവിശുർദ്വിഷദ്ബലം യഥാ വനം ഭീമരവാः ശിഖണ്ഡിനഃ തൈസ്തിഗ്മധാരൈः പ്രധനെ ശിലീമുഖൈരിതസ്തതഃ പുണ്യജനാ ഉപദ്രുതാ തമഭ്യധാവൻ കുപിതാ ഉദായുധാ സുപർണമുന്നദ്ധഫണാ ഇവാഹയ. സ താൻ പൃഷത്കൈർ അഭിധാവതോ മൃധേ നികൃത്തബാഹൂരുശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യയമൂർധ്വരേതസഃ. താൻ ഹന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാനനാഗസശ്ചിത്രരഥേന ഭൂരിശ ഔത്താനപാദിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗതഃ സഹർഷിഭിഃ. മനുരുവാച. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മനാ യേന പുണ്യജനാനേതാനവധീസ്ത്വമനാഗസഃ. നാസ്മൽകുലോചിതം ദാദാ കർമ്മൈതൽ സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം. ഈ 9ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. നന്വേഗസ്യാപരാധേന പ്രസംഗാദ് ബഹവോ ഹതാഃ ഭ്രാതൃവധാഭിതപ്തേന ത്വയാംഗ ഭ്രാതൃവത്സല. നോടി ചൊല്ലാം. നന്വേഗസ്യാപരാധേന പ്രസംഗാദ് ബഹവോ ഹതാഃ ഭ്രാതൃവധാഭിതപ്തേന ത്വയാംഗ ഭ്രാതൃവത്സലഃ. അപ്പോൾ അല്ലയോ ഭ്രാതൃസ്നേഹസമ്പന്നനായിരിക്കുന്ന ഭ്രാതൃവത്സല, വത്സ, അതായത് ഭ്രാതൃസ്നേഹസമ്പന്നനായിട്ടുള്ളവനെ, ഏകസ്യ ഒരാളുടെ, അപരാധേന അപരാധം അപരാധഫലം ആയിട്ട് ആ ഭ്രാതൃവധത്താൽ ദുഃഖിതനായിട്ട് നിന്നാൽ, സംഗതി വശാൽ ധാരാളം പേർ നിഗ്രഹിക്കപ്പെട്ടില്ലയോ. ഒരാൾ കാരണം അനവധി പേർ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലാതെ മരിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഹേ അംഗ ഭ്രാതൃവത്സല, അലയോ വത്സ, ഭ്രാതൃസ്നേഹസമ്പന്ന എന്നർത്ഥം. അനിയനോട് പ്രിയം ഉള്ള ആൾ. ഏകസ്യ ഒരാളുടെ അപരാധം, അപരാധേന അപരാധഫലമായിരിക്കുന്ന ഭ്രാതൃവധം, വധാഭിതപ്തേന ഭ്രാതൃവധത്താൽ ദുഃഖിതൻ ആയിരിക്കണം. നിന്നാൽ അങ്ങയാൽ എന്നർത്ഥം. പ്രസംഗാൽ സംഗതിവശാൽ എത്ര ആളെ കൊല്ലേണ്ടി വന്നു. ബഹവഹ ധാരാളം പേർ. ഹതാഹ നിഗ്രഹിക്കപ്പെട്ടില്ലയോ എന്നാണ് ചോദിച്ചത്. അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ അംഗ ഭ്രാതൃവത്സല, അല്ലയോ വത്സ ഭ്രാതൃസ്നേഹസമ്പന്ന. ഏകസ്യ ഒരാളുടെ അപരാധേന അപരാധഫലമായ ഭ്രാതുഹു വധാഭിതപ്തേന ഭ്രാതൃവധത്താൽ ദുഃഖിതനായ ത്വയാ നിന്നാൽ, പ്രസംഗാൽ സംഗതിവശാൽ ബഹവഹ ധാരാളം പേർ, ഹതാഹ നനു നിഗ്രഹിക്കപ്പെട്ടില്ലയോ. എന്നുകൂടി പറയാം. ഹേ അംഗ ഭ്രാതൃവത്സല, അല്ലയോ വത്സ ഭ്രാതൃസ്നേഹസമ്പന്ന. ഏകസ്യ ഒരാളുടെ അപരാധേന അപരാധഫലമായ ഭ്രാതുഹു വധാഭിതപ്തേന ഭ്രാതൃവധത്താൽ ദുഃഖിതനായ ത്വയാ നിന്നാൽ, പ്രസംഗാത് സംഗതിവശാത് ബഹവഹ ധാരാളം പേർ, ഹതാഹ നനു നിഗ്രഹിക്കപ്പെട്ടില്ലയോ. അപ്പോൾ ഇതിലത്തെ അന്വയം നോക്കാം. ഹേ അംഗ ഭ്രാതൃവത്സല, ഏകസ്യ അപരാധേന त्वया प्रसंगात् बहवः
ഹതാഹ നനു. എന്നുകൂടി പറയാം. ഹേ അംഗ ഭ്രാതൃവത്സല, ഏകസ്യ അപരാധേന ഭ്രാതുഃ വധാഭിതപ്തേന ത്വയാ പ്രസംഗാത് ബഹവഃ ഹതഃ നനു. അല്ലയോ ഭ്രാതൃസമ്പന്നനായിരിക്കുന്ന പുത്ര, ഒരാളുടെ അപരാധഫലമായിട്ട് ആ ഭ്രാതൃവധത്താൽ ദുഃഖിതനായിരിക്കുന്ന നീ സംഗതിവശാൽ ധാരാളം പേര് നിഗ്രഹിക്കപ്പെട്ടില്ലയോ? അപ്പോൾ അപരാധം ചെയ്യാത്ത ആ ഗുഹ്യകന്മാരെ കൊന്നാൽ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടുന്നതും നമ്മുടെ കുലത്തിന് യോജിക്കാത്തതും ആയ ഹിംസാപ്രവൃത്തിയാണെന്ന് പറഞ്ഞു. അംഗ ഭ്രാതൃവത്സല, ഒരുത്തൻ്റെ കുറ്റം നിമിത്തം സഹോദരവധത്താൽ കോപിഷ്ഠനായ നീ അനേകം നിരപരാധികളെ കൊന്നൊടുക്കി. ഇപ്പോൾ ഇവിടെ പറയുക, ജഡമായ ഈ ശരീരം തന്നെ ആത്മാവെന്ന് വിചാരിച്ച് മൃഗപ്രായരായ ജനങ്ങൾ ഭൂതദ്രോഹം ചെയ്യുക. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭഗവാന്റെ അഭക്തന്മാരായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഈ മാർഗം ഒരിക്കലും സ്വീകാര്യം അല്ല, അല്ലേ? അപ്പോൾ അല്ലയോ പ്രിയപ്പെട്ടവനെ, ഭ്രാതാവായ ഔത്തമനിൽ സ്നേഹാധിക്യം കാരണം ഒരാൾ ഭ്രാതൃവധം ചെയ്തു എന്ന തെറ്റിന് അങ്ങയാൽ അനേകം നിരപരാധികൾ നിഗ്രഹിക്കപ്പെട്ടു. അത് അധർമ്മമാണ് എന്ന് പറയുകയാണ്. ഹേ വത്സ, നിരപരാധികളായിരിക്കുന്ന ഗുഹ്യകന്മാരെ വധിക്കാനായി നീ ആരംഭിച്ചിരിക്കുന്ന ഈ കർമ്മം സജ്ജനങ്ങൾക്ക് വെറുപ്പ് ജനിപ്പിക്കുന്നതാകയാൽ ശാസ്ത്രമാർഗം ആദരിച്ച് നടക്കുന്ന നമ്മുടെ കുലത്തിന് യോഗ്യനല്ല. ഇവർ നിരപരാധികൾ അല്ലല്ലോ. എൻ്റെ ഭ്രാതാവിൻ്റെ മരണം ഇവർ നിമിത്തമല്ലേ ഉണ്ടായത് എന്നുള്ള ആക്ഷേപത്തിന് സമാധാനമായിട്ടാണ് പറയുന്നത്. ഹേ ബാലകനായിരിക്കുന്ന ഭ്രാതൃവത്സല, നിൻ്റെ ഭ്രാതൃമരണത്തിൻ്റെ കാരണഭൂതൻ ഏകനാണെന്നതിൽ സംശയമില്ല. ആ കാരണത്താൽ നിന്നാൽ അനേകം പേർ ഹനിക്കപ്പെടുന്നു. ഒരുവൻ്റെ അപരാധത്തിന് അവനെ ശിക്ഷിക്കപ്പെടുന്നതല്ലാതെ അനേകം പേരെ ശിക്ഷിക്കുന്നത് നിൻ്റെ പാപം വർദ്ധിക്കുവാൻ മാത്രമേ കാരണമായി വരികയുള്ളൂ എന്ന് നീ ധരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ മനുരുവാച, ഹേ വത്സ, അല്ലയോ വത്സ, പാപ്മന തമോദ്വ അല്ല, അവിടെ അല്ല, നൻവേഗസ്യാപരാധേന, ഒരാളുടെ അപരാധം കൊണ്ട് സംഗതിവശാൽ നീ ത്വയാ ബഹവോ ഹത, അനവധി പേരെ കൊല്ലണം. ഇത് അയം സാധൂനാം മാർഗം ന, ഇത് സാധുക്കളെ നല്ല ആൾക്കാരുടെ മാർഗം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നൻവേഗസ്യാപരാധേന പ്രസംഗാത് ത്വയാ ബഹവോ ഹതാ അയം സാധൂനാം മാർഗം ന. എന്നുകൂടി പറയാം. നൻവേഗസ്യാപരാധേന, ഒരാളുടെ അപരാധം കൊണ്ട് സംഗതിവശാൽ നീ ബഹവോഹത, അനവധി പേര് വധിക്കണം. ഇത് സാധുക്കൾക്ക് ചേർന്ന മാർഗമല്ല എന്നർത്ഥം. നൻവേഗസ്യാപരാധേന പ്രസംഗാത് ത്വയാ ബഹവോഹതാഹ അയം സാധൂനാം മാർഗോ ന. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അതിൽ 9ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. അത് തന്നെയാണ് നൻവേഗസ്യാപര. അപ്പം അതിൻ്റെ മുമ്പ് ഉപദേവാനാം വധ ആരബ്ധ ഇതം നഹന്യ. അത് തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും അത് തന്നെയാണ് പറയണത്. നൻവേഗസ്യാപരാധേന പ്രസംഗാത് ബഹവോ ഹതാ ഭ്രാതൃവധാഭിതപ്തേന ത്വയാംഗ ഭ്രാതൃവത്സല. 10ാമത്തെ ശ്ലോകം നോക്കാം. നായം മാർഗോ ഹി സാധുനാം, ഇത് സാധുക്കളുടെ മാർഗമല്ല. അയം, അതുകൊണ്ട് അയം
അല്ല, അയം സാധൂനാം മാർഗോ ന എന്നുള്ളതാണ്. നായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശസം എന്നുകൂടി പറയാം. നായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ ആത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശസാം. അപ്പോൾ തന്നെത്താൻ തെറ്റിദ്ധരിച്ചിട്ട് മൃഗങ്ങളെപ്പോലെ ആ പ്രാണിഹിംസ ചെയ്യുക, അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രാണിഹിംസ ചെയ്യുക എന്നത് ഒരിക്കലും ഈശ്വരനെ ആശ്രയിച്ച് കഴിയുന്ന സത്തുക്കളുടെ മാർഗം അല്ല, അവരുടെ മാർഗമല്ല അതെന്നർത്ഥം. അപ്പോൾ തന്നെത്താൻ തെറ്റിദ്ധരിച്ചിട്ട് മൃഗങ്ങളെ പോലെ ആ പ്രാണിഹിംസ ചെയ്യുക എന്നത് അത് ആ ഈശ്വരനെ ആശ്രയിച്ച് കഴിയുന്ന ഋഷികേശാനുവർത്തിന ഈശ്വരനെ ആശ്രയിച്ച് കഴിയുന്ന സാധൂനാം സത്തുക്കളുടെ മാർഗമേ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ആത്മാനം തന്നെത്താൻ, പരാഗൃഹ്യ മാറിധരിച്ച്, പശുവത് മൃഗങ്ങളെപ്പോലെ, ഭൂതവൈശസം പ്രാണിഹിംസ ചെയ്യുക, ഇതി യത് എന്നത് അയം ഇത് ഋഷികേശാനുവർത്തിനാം ഈശ്വരനെ ആശ്രയിച്ചു കഴിയുന്ന സാധൂനാം സത്തുക്കളുടെ മാർഗമേ അല്ല. ആത്മാനം തന്നെത്താൻ, പരാഗൃഹ്യ മാറിധരിച്ച്, പശുവത് മൃഗങ്ങളെപ്പോലെ, ഭൂതവൈശസം പ്രാണിഹിംസ ചെയ്യുക, ഇതി യത് എന്നത് അയം ഇത് ഋഷികേശാനുവർത്തിനാം ഈശ്വരനെ ആശ്രയിച്ചു കഴിയുന്ന സാധൂനാം സത്തുക്കളുടെ മാർഗമേ അല്ല. അടുത്ത അന്വയം വന്നിട്ട് ആത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശസം ഇതി യത് അയം ഋഷികേശാനുവർത്തിനാം സാധൂനാം മാർഗഃ നഹി എന്നുകൂടി പറയാം. ആത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശസം ഇതി യത് അയം ഋഷികേശാനുവർത്തിനാം സാധൂനാം മാർഗം നഹി. തന്നെത്താൻ ധരിച്ച് മൃഗങ്ങളെപ്പോലെ ആ പ്രാണിഹിംസ ചെയ്യുക എന്നത് അത് ആ ഈശ്വരനെ ആശ്രയിച്ച് കഴിയുന്ന സത്തുക്കളുടെ മാർഗമേ അല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനാലാണ് സജ്ജനങ്ങൾ നിന്ദിക്കും എന്നും നമ്മുടെ വംശമഹിമയ്ക്ക് അനുയോജ്യമല്ലെന്നും പറഞ്ഞത്. ജഡമായിട്ടുള്ള ഈ ശരീരം തന്നെ ആത്മാവെന്ന് വിചാരിച്ചിട്ട് മൃഗപ്രായരായിരിക്കുന്ന ജനങ്ങൾ ആ ഭൂതദ്രോഹം ചെയ്യുന്നു. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് ഈ മാർഗം ഒട്ടും സ്വീകാര്യമല്ല. ജഡമായ ശരീരത്തെ ആത്മാവെന്ന് തെറ്റിദ്ധരിച്ച് മൃഗങ്ങളെപ്പോലെ ആ ഭൂതദ്രോഹം ചെയ്യുക എന്നത് സർവേന്ദ്രിയ നിയന്താതാവായിരിക്കുന്ന ഭഗവാനെ അനുവർത്തിക്കുന്ന ആ സജ്ജനങ്ങളുടെ മാർഗം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഭിന്നഭിന്നമായിരിക്കുന്ന ആ ബാഹ്യത്തിൽ കാണപ്പെടുന്ന ആ ശരീരങ്ങളിൽ ആത്മാവെന്നുള്ള ഭാവം നിമിത്തം ആ പ്രാണികളെ ഹിംസിക്കുന്നത് ഈശ്വര പ്രഭാവത്തെ അറിയുന്ന സാധുക്കളുടെ സമ്പ്രദായം അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ അയം സാധൂനാം മാർഗോ എന്നാന്ന് മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ അനവധി ഒരാൾ ചെയ്ത അപരാധത്തിന് അനവധി പേരെ കൊല്ലുക എന്നുള്ളത് സാധുക്കളുടെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിട്ടുള്ള മാർഗം അല്ല. പ്രത്യേകിച്ച് ഭവാൻ ദുരാരാധ്യം ഹരിമാരാധ്യ വിഷ്ണോ പരമം പദം ലബ്ധ്വാ. പ്രത്യേകിച്ച് ഈ ധ്രുവനെ പോലെയുള്ള ആൾക്കാർക്ക് യോജിച്ചതല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അതിൽ
അതായത് സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപ ദുരാരാധ്യം വിഷ്ണോസ്തൽപരമം പദം. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപ ദുരാരാധ്യം വിഷ്ണോസ്തത് പരമം പദം. അങ്ങ് ആ സർവഭൂതങ്ങളിലും വസിക്കുന്നവനും എളുപ്പത്തിൽ ആരാധിപ്പാൻ കഴിയാത്തവനും ആയിരിക്കുന്ന ആ ശ്രീഹരിയെ ആ സർവചരാചരാത്മാവെന്ന ഭാവത്തിൽ ആരാധിച്ച് ആ വിഷ്ണുവിൻ്റെ ആ അത്യുന്നത സ്ഥാനത്തെ പ്രാപിച്ച് ഇരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഭൂതാവാസം സർവഭൂതങ്ങളിലും വസിക്കുന്നവനും ദുരാരാധ്യം എളുപ്പത്തിൽ ആരാധിപ്പാൻ കഴിയാത്തവനുമായിരിക്കുന്ന ഹരിം ആ ശ്രീഹരിയെ സർവഭൂതാത്മഭാവേന സർവചരാചരാത്മാവ് എന്ന ഭാവത്തിൽ ആരാധിച്ച് വിഷ്ണോഹോ ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ തത് പരമം ആ അത്യുന്നതമായ പദം സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു. എന്നുകൂടി പറയാം. ഭഗവാൻ അങ്ങ് ഭൂതാവാസം സർവഭൂതങ്ങളിലും വസിക്കുന്നവനും ദുരാരാധ്യം എളുപ്പത്തിൽ ആരാധിപ്പാൻ കഴിയാത്തവനും ആയിരിക്കുന്ന ഹരിം ആ ശ്രീഹരിയെ സർവഭൂതാത്മഭാവേന സർവചരാചരാത്മാവ് എന്ന ഭാവത്തിൽ ആരാധിച്ച് വിഷ്ണോഹോ ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ തൽപരമം ആ അത്യുന്നതമായിരിക്കുന്ന പദം സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിൽ തന്വയം വന്നിട്ട് ഭഗവാൻ ഭൂതാവാസം ദുരാരാധ്യം ഹരിം സർവാത്മഭൂതഭാവേന ആരാധ്യ വിഷ്ണോ തത് പരമം പദം എന്നുകൂടി പറയാം. ഭഗവാൻ ഭൂതാവാസം ദുരാരാധ്യം ഹരിം സർവഭൂതാത്മഭാവേന ആരാധ്യം വിഷ്ണോ തത് പരമം പദം അങ്ങ് ആ സർവഭൂതങ്ങളിലും വസിക്കുന്നവനും എളുപ്പത്തിൽ ആരാധിപ്പാൻ കഴിയാത്തവനും ആയിരിക്കുന്ന ആ ശ്രീഹരിയെ സർവചരാചരാത്മാവ് എന്ന ഭാവത്തിൽ ആരാധിച്ചിട്ട് ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആ അത്യുന്നതമായിരിക്കുന്ന പദത്തെ സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ സർവാന്തര്യാമിയും ആരാധിച്ച് പ്രസാദിപ്പിക്കുവാൻ പ്രയാസമേറിയവനുമായിരിക്കുന്ന ശ്രീഹരിയെ ആരാധിച്ച് അത്യുന്നതമായിരിക്കുന്ന വിഷ്ണു പദത്തെ സമ്പാദിച്ചവൻ ആകുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഭവാൻ സർവാന്തര്യാമിയും എളുപ്പത്തിൽ ആരാധിക്കാൻ കഴിയാത്തവനുമായ ഹരിയെ സർവാത്മഭാവത്തിൽ ആരാധിച്ച് ഭഗവാന്റെ സർവോത്കൃഷ്ടമായ പദം നേടിയല്ലോ. അപ്പോൾ ഭിന്നമായി ആ ബാഹ്യത്തിൽ കാണപ്പെടുന്ന ആ ശരീരങ്ങളിൽ ആത്മാവെന്നുള്ള ഭാവം നിമിത്തം ആ പ്രാണനെ ഹിംസിക്കുന്നത് ഈശ്വരപ്രഭാവത്തെ അറിയുന്ന സാധുക്കളുടെ സമ്പ്രദായമല്ല. എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ അതാത് വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കപ്പെടുന്ന ആ സർവാന്തര്യാമിയുടെ അധീനത്തിലിരിക്കുന്ന ആ പ്രാണിവർഗം ആ സ്വതന്ത്രം അല്ല പരതന്ത്രമാകുന്നു സ്വാതന്ത്ര്യം ഇല്ലാത്തവനാകുന്നു അർത്ഥം. പ്രാണിവർഗം ആ സ്വതന്ത്രം അല്ല പരതന്ത്രമാകുന്നു. സ്വന്തം സ്വന്തം കർമ്മഫലത്തെ ഏവരും അനുഭവിക്കുന്നു. അതിന് കാരണം അന്യനാണെന്ന വിചാരം അജ്ഞതയുടെ ആ ലക്ഷണം ആകുന്നു. നമ്മൾ അനുഭവിക്കുന്ന ആ സ്വന്തം കർമ്മത്തിൻ്റെ ഫലം അന്യൻ ചെയ്തതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത് മൂഢത്താണ്. അപ്പോൾ അതിനാൽ ഇവർ അപരാധം അപരാധമുള്ളവരാണെങ്കിൽ കൂടെ അവരിൽ ക്ഷമ തന്നെയാണ് ആ സാധുക്കൾക്ക് ഉചിതമായിരിക്കുന്ന മാർഗം. അങ്ങനെയുള്ള ആ
ആൾക്കാരിൽ ശത്രുക്കളിൽ ക്ഷമ ഉണ്ടാവണം സാധുക്കൾക്ക്. അതാണ് ഉചിതമായിരിക്കുന്നത് മാർഗം. ഭഗവാനെ അനുസരിച്ച് നടക്കുന്ന സാധുക്കളുടെ മര്യാദയെ നീ ഒരിക്കലും ഈ ക്രൂരകർമ്മം ചെയ്ത ഒരുവൻ ക്രമത്തിൽ വിചാരശീലനായി വരുന്ന സമയം അവൻ്റെ ആ ക്രൗര്യത്തെ ഉപേക്ഷിക്കുവാൻ അത് പറയാം. സ്വന്തം കർമ്മഫലത്തെ ഏവരും അനുഭവിക്കണു. അതിന് കാരണം ആ അന്യനാണെന്ന് വിചാരം അജ്ഞതയുടെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ കാരണമാണ് നമ്മൾ ഇത് അനുഭവിക്കണമെന്നുള്ളത് തെറ്റാണ്. അതിനാൽ ഇവർ അപരാധം ഉള്ളവരാണെന്ന് ആണെങ്കിൽ കൂടി അവരിൽ ക്ഷമ തന്നെ ആ സാധുക്കൾക്ക് ഉചിതമായിരിക്കുന്ന മാർഗം. ഭഗവാനെ അനുസരിച്ച് നടക്കുന്ന ആ സാധുക്കളുടെ മര്യാദയെ നീ ഒരിക്കലും തെറ്റിക്കരുത്. ലോകത്തിൽ വിചാരശക്തി ഇരുന്നാൽ ക്രൂരകർമ്മം ചെയ്ത ഒരുവൻ ക്രമത്തിൽ ആ വിചാരശീലനായി വരുന്ന സമയം അവൻ്റെ ക്രൗര്യത്തെ ഉപേക്ഷിക്കുന്നത് സാധാരണമാണ്. നിൻ്റെ പ്രവൃത്തി അതിന് വിപരീതമായിട്ട് കാണപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇത് വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് അടുത്ത ശ്ലോകത്തിലായിട്ട് പറയുന്നുണ്ടാകും ഇത് മുഴുവനായിട്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താ ഇതിൽ പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. ഭവാൻ ദുരാരാധ്യം, അങ്ങ് ആരാധിക്കാൻ പ്രയാസമുള്ള ഹരി ആരാധ്യം, ആ ഹരിയെ എല്ലാവരെ കൊണ്ടും ആരാധിക്കാൻ ഒരേപോലെ സാധ്യമല്ലാത്ത ആ ഹരിയെ ആരാധിച്ച വിഷ്ണുവിൻ്റെ പരമം പദം ലബ്ധ, പരമമായിരിക്കുന്ന പദത്തെ ലഭിച്ചിട്ടുള്ള ആളാണല്ലോ എന്നുള്ളതാണ് പറയുന്നത്. ഭവാൻ ദുരാരാധ്യം ഹരിമാരാധ്യ വിഷ്ണോഹ പരമം പദം ലബ്ധ്വ. ഭവാൻ ദുരാരാധ്യം ഹരിമാരാധ്യ വിഷ്ണോഹ പരമം പദം ലബ്ധ്വ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ലബ്ധ്വ സത്വം ഹരേരനുധ്യാതസ്തത് പുംസാമപി സമ്മതഃ കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ സതാമ്രതം. സത്വം ഹരേരനുധ്യാതസ്തൽ പുംസാമപി സമ്മതഃ കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ സതാം വ്രതം. ആ ശ്രീഹരിയുടെ നിരന്തരമായിരിക്കുന്ന ആ ചിന്തയ്ക്ക് പാത്രീഭൂതനായിട്ടുള്ളവനും അതുപോലെ ഭഗവത് ഭക്തന്മാർക്ക് സമ്മതനായവനാണ് അങ്ങ്. സദാചാരത്തെ അനുസരിക്കാൻ ഉപദേശിക്കുന്നവരും ആയിത്തീർന്ന അങ്ങ് ഈ നിന്ദ്യകർമ്മം എങ്ങനെ ചെയ്തവൻ ആയി എന്നുള്ളതാണ്. സത്വം ഹരേരനുധ്യാതസ്ഥൽ പുംസാമപി സമ്മതഃ കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ സതാം വ്രതം എന്നുള്ളതാണ്. അപ്പോൾ ഹരേഹേ, ആ ശ്രീഹരിയുടെ അനുധ്യാത, നിരന്തരമായ ചിന്തയ്ക്ക് പാത്രീഭൂതനായും ത്വത് പുംസാം അപ്പി, ഭഗവത് ഭക്തന്മാർക്ക് സമ്മതനായും സതാം വ്രതം, സദാചാരത്തെ അനുശിക്ഷൻ ഉപദേശിക്കുന്നവനുമായ ആയിത്തീർന്ന സഹത്വം, ആ അങ്ങ് അവദ്യം നിന്ദ്യകർമ്മം കഥം തു എങ്ങനെ കൃതവാൻ ചെയ്തവനായി. എന്നുകൂടി പറയാം. ഹരേഹേ, ആ ശ്രീഹരിയുടെ അനുധ്യാത, നിരന്തരമായ ചിന്തയ്ക്ക് പാത്രീഭൂതനായും ത്വത് പുംസാം അപി, ഭഗവത് ഭക്തന്മാർക്ക് സമ്മതനും ആയും സതാം വ്രതം, സദാചാരത്തെ അനുശിക്ഷൻ ഉപദേശിക്കുന്നവനും ആയിത്തീർന്ന സത്വം, ആ അങ്ങ് അവദ്യം നിന്ദ്യകർമ്മം കഥം തു എങ്ങനെ കൃതവാൻ ചെയ്തവനായി. അപ്പോൾ തന്വയം വന്നിട്ട് ഹരേഹേ അനുധ്യാത തത് പുംസാം അപി സമ്മതഃ സതാം വ്രതം അനുശിക്ഷൻ സത്വം അവദ്യം കഥം തു കൃതവാൻ. എന്നുകൂടി പറയാം. ഹരേഹേ അനുധ്യാത തത് പുംസാം അപി സമ്മതഃ സതാം വ്രതം അനുശിക്ഷൻ സഹത്വം അവദ്യം കഥം തു കൃതവാൻ. ശ്രീഹരിയുടെ നിരന്തരമായ ചിന്തയ്ക്ക് പാത്രീഭൂതനായും
ഭഗവത് ഭക്തന്മാർക്ക് സമ്മതനുമായും ഇരിക്കുന്ന സദാചാരത്തെ ഉപദേശിക്കുന്നവനുമായിരിക്കുന്ന അങ്ങ് ഈ നിന്ദ്യകർമ്മം എങ്ങനെ ചെയ്തവനായി? ഹരിയുടെ ആ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവനും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് സമ്മതനും സജ്ജനവ്രതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവനുമായിരിക്കുന്ന അങ്ങ് എങ്ങനെ ഈ പാപകൃത്യം ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശ്രീഹരിയെ ആരാധിച്ച് അത്യുന്നതമായിരിക്കുന്ന വിഷ്ണുപദത്തെ സമ്പാദിച്ചവനാകുന്നു അങ്ങ് ഭഗവാന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അങ്ങ് ഭക്തന്മാർക്ക് സമ്മതനുമാണ്, സജ്ജനശീലത്തെ നന്നായി പഠിച്ചവനുമാണ്. അപ്രകാരമുള്ള ആ ഭവാന് ഈ ദോഷകർമ്മം എങ്ങനെ ചെയ്യുവാൻ മനസ്സ് വന്നു? സർവഭൂതങ്ങളിലും ആത്മസ്വരൂപനായി വസിക്കുന്ന ശ്രീഹരിയെ ആ നിലയിൽ കണ്ട് പൂജിപ്പാൻ എല്ലാ പേർക്കും സാധിക്കുകയില്ല. നീയാകട്ടെ ബാല്യത്തിൽ തന്നെ ഭഗവാനെ സർവഭൂതാത്മാവായിട്ട് കാണുകയും അതുനിമിത്തം വിഷ്ണുവിൻ്റെ സർവോത്കൃഷ്ടമായ ആ സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തു. ശ്രീഹരി നിന്നെ സ്വകീയനായിട്ട് ഹൃദയത്തിൽ കരുതിയിരിക്കുന്നു. അതുനിമിത്തം ആ ശ്രീഹരി ഭക്തന്മാർക്കും നീ സമ്മതനാണ്. അങ്ങനെ ആ ശ്രീനാരദനിൽ നിന്നും ആ സത്സമ്പ്രദായത്തെ നീ പഠിച്ചും ഇരിക്കെ ആ പ്രാണിഹിംസ രൂപമായിരിക്കുന്ന ഈ ദോഷകർമ്മം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. സാധൂനാം വ്രതം ശിക്ഷമാണ്. സാധുക്കളുടെ വ്രതത്തെ ഉപദേശിച്ചു കൊടുക്കുന്ന കഥം നിന്ദ്യം അങ്ങ് ഈ നിന്ദ്യമായിരിക്കുന്ന കർമ്മം കൃതവാനസി കൃത്യം എങ്ങനെ ചെയ്തു? കഥം നിന്ദ്യം കൃതവാനസി. സാധൂനാം വ്രതം ശിക്ഷമാണ് കഥം നിന്ദ്യം കൃതവാനസി എന്നുകൂടി പറയാം. സാധൂനാം വ്രതം ശിക്ഷമാണ് കഥം നിന്ദ്യം കൃതവാനസി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ 13ാമത്തെ ശ്ലോകം. തിദിക്ഷയാ കരുണയാ മൈത്രിയാ ച അഖിലജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. തിദിക്ഷയാ കരുണയാ മൈത്രിയാ ച അഖിലജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. ഭഗവാൻ ആരിലാണ് പ്രസാദിക്കുന്നത്? ക്ഷമ, കാരുണ്യം, മൈത്രി, അഖില ജീവികളിലും സമഭാവന അങ്ങനെയുള്ളവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സമഭാവന ഇവയാൽ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കണു. തിദിക്ഷയാ ക്ഷമ ഉള്ള ആൾ, കരുണയാ കാരുണ്യമുള്ള ആൾ, മൈത്രിയാച്ച മൈത്രീഭാവം ഉള്ള ആൾ, അഖിലജന്തുഷു സർവജീവികളിലും സമത്വേന ച അസമഭാവന ഇവയാൽ സർവാത്മാവായിരിക്കുന്ന ആ ഭഗവാൻ സംപ്രസീദതി പ്രസാദിക്കുന്നു. അപ്പോൾ പദങ്ങൾ നോക്കാം. തിദിക്ഷയാ ക്ഷമ, കരുണയാ കാരുണ്യം, മൈത്രിയാച്ച ആ മൈത്രീഭാവം, അഖിലജന്തുഷു സർവജീവികളിലും, സമത്വേന ച സമഭാവന ഇവയാൽ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ സംപ്രസീദതി പ്രസാദിക്കുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് തിദിക്ഷയാ കരുണയാ മൈത്രിയാച്ച അഖിലജന്തുഷു സമത്വേന സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. ഒന്നും കൂടെ പറയാം. തിദിക്ഷയാ കരുണയാ മൈത്രിയാച്ച അഖിലജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. ക്ഷമ, കാരുണ്യം, മൈത്രീഭാവം, സർവജീവികളിലും സമഭാവന ഇവയാൽ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉന്നതരിൽ ക്ഷമ, ദീനരിൽ ദയ, തുല്യരിൽ സമഭാവന, സർവജീവജാലങ്ങളിലും ദയ എന്നിവ കാണിക്കുന്നവനിൽ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ നന്നായിട്ട് പ്രസാദിക്കുന്നു
എന്നാണ് പറയുന്നത്. സർവാത്മാവായ ഭഗവാൻ തിദിക്ഷ കൊണ്ടും കരുണ കൊണ്ടും മൈത്രി കൊണ്ടും സർവപ്രാണികളിലും സമാനഭാവം കൈക്കൊള്ളുന്നതുകൊണ്ടും ഏറ്റവും പ്രസന്നനായിട്ട് തീരുന്നു. മഹാജനങ്ങളിൽ ക്ഷമാസ്വഭാവം, താണവരിൽ കാരുണ്യം, സമന്മാരിൽ മിത്രഭാവം, തിര്യകാദി സകല പ്രാണിവർഗങ്ങളിലും സമഭാവം എന്നീ വ്രതം കൊണ്ട് മാത്രമേ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ എന്നല്ലേ ഭഗവാൻ നാരദൻ ഉപദേശിച്ചത്. അപ്പോൾ ചിലരെ സമ്മാനിക്കുകയും ചിലരെ അപമാനിക്കുകയും ചെയ്യുന്നതായി ആയാൽ നിന്നിൽ ഭഗവത് പ്രസാദം നിലനിൽക്കുന്നതെങ്ങനെ എന്ന് നീ ആലോചിക്കണം എന്ന് സാരം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനത്തിൽ മഹത്സു മഹാന്മാരായിട്ടുള്ള ആൾക്കാരെ തിദിക്ഷ കൊണ്ടും നീചേഷു ദയ നീചന്മാരിൽ ദയ കൊണ്ടും സമേഷു മൈത്ര്യ സമന്മാരിൽ മൈത്രീഭാവം കൊണ്ടും ഭഗവാൻ പ്രസിദ്ധ അങ്ങനെയുള്ള ഒരു ഭാവം കൊണ്ടാണ് ആ ഭഗവാൻ പ്രസാദിക്കുന്നത്. മഹത്സു തിദിക്ഷയാ നീചേഷു ദയയാ സമേഷു മൈത്ര്യ ഭഗവാൻ പ്രസീദതി. മഹാത്മാക്കളിൽ തിദിക്ഷ, നീചേഷു ദയയാ നീചന്മാരിൽ ദയ, സമേഷു മൈത്ര്യ സമന്മാരിൽ മൈത്രി, ഇവയൊക്കെ കൊണ്ടാണ് ആ ഭഗവാൻ പ്രസാദിക്കണമെന്നുള്ള. മഹത്സു തിദിക്ഷയാ നീചേഷു ദയയാ സമേഷു മൈത്ര്യ ഭഗവാൻ പ്രസീദതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം സംപ്രസന്നേ ഭഗവതി പുരുഷഃ പ്രാകൃതേർഗുണൈഃ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണം ഋച്ഛതി. സംപ്രസന്നേ ഭഗവതി പുരുഷഃ പ്രകൃതേർഗുണൈഃ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണം ഋച്ഛതി. ഇതിൻ്റെ മുമ്പത്തേതിലത്തെ അന്വയം വന്നിട്ട് ത്രിദിക്ഷയാ കരുണയാ മൈത്രിയാ ച അഖിലജന്തുഷു സമത്വേന സർവാത്മാ ഭഗവാൻ സംപ്രസീദതി എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പ്രസന്നേ അങ്ങനെ ആ ഭഗവാൻ പ്രസാദിച്ചാൽ ഭഗവതി പുരുഷം പ്രാകൃതേർഗുണൈ അങ്ങനെ ആ ഭഗവാൻ ഇങ്ങനെ പ്രസാദിച്ചു കഴിഞ്ഞാൽ പുരുഷ ആ മനുഷ്യൻ പ്രാകൃതൈഹി ആ പ്രാകൃത ഗുണങ്ങളിൽ നിന്നും വിമുക്തനാവും. വിമുക്ത മോചനം കിട്ടിയിട്ട് ജീവനിർമുക്ത ജീവൻ മുക്തനായിട്ട് ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. വലിയ വലിയ തത്വങ്ങളാണ് അവിടെ പറയുന്നത്. സംപ്രസന്നേ ഭഗവതി അപ്രകാരം ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ പുരുഷൻ പ്രാകൃതേർഗുണ പ്രാകൃതമായുള്ള ഗുണങ്ങളെയൊക്കെ വിട്ടിട്ട് വിമുക്തുവ ജീവൻ നിർമുക്തുവ ഗുണങ്ങളിൽ നിന്നും മുക്തനായിട്ട് ജീവൻ മുക്തി കിട്ടിയിട്ട് ബ്രഹ്മനിർവാണം മൃച്ഛതി ആ ബ്രഹ്മത്തിൽ നിർവാണം ബ്രഹ്മത്തിൽ ചെന്ന് ചേരുന്നു പ്രാപിക്കുന്നു. ഋച്ഛതി പ്രാപിക്കുന്നു എന്നാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നുള്ള പറയുന്നത്. അപ്പം അതിൻ്റെ പദങ്ങൾ ഭഗവതി ഭഗവാൻ സംപ്രസന്നേ പ്രസാദിച്ചാൽ പുരുഷ ആ മനുഷ്യൻ പ്രാകൃതൈഹി അപ്രാകൃത ഗുണൈഹി പ്രാകൃതങ്ങളായിരിക്കുന്ന ഗുണങ്ങളിൽ നിന്ന് വിമുക്ത മോചനം നേടിയിട്ട് ജീവനിർമുക്ത ജീവൻ മുക്തനായിട്ട് നിർവാണം ആനന്ദസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ ഋച്ഛതി പ്രാപിക്കുന്നു. എന്നും കൂടി പറയാം. ഭഗവതി ഭഗവാൻ സംപ്രസന്നേ പ്രസാദിച്ചാൽ പുരുഷ ആ മനുഷ്യൻ പ്രാകൃതൈഹി പ്രാകൃത ഗുണൈഹി ആ ഗുണങ്ങളിൽ നിന്നും വിമുക്ത മോചനം നേടിയിട്ട് ജീവനിർമുക്ത ജീവൻ മുക്തനായിട്ട് നിർവാണം ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ഋച്ഛതി പ്രാപിക്കുന്നു. ഭഗവതി സംപ്രസന്നേ പുരുഷ പ്രാകൃതൈഹി ഗുണൈഹി വിമുക്ത ജീവനിർമുക്ത നിർവാണം ബ്രഹ്മ ഋച്ഛതി. ഒന്നും കൂടി പറയാം. ഭഗവതി സംപ്രസന്നേ പുരുഷ പ്രാകൃതൈഹി ഗുണൈഹി വിമുക്ത ജീവനിർമുക്ത നിർവാണം ബ്രഹ്മ ഋച്ഛതി. ഭഗവാൻ ആ പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യർ ആ പ്രാകൃത ഗുണങ്ങളിൽ നിന്നും മോചനം നേടിയിട്ട് ജീവൻ മുക്തനായിട്ട് ആ ആനന്ദസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രാപിക്കുന്നു.
ഭഗവാൻ നന്നായിട്ട് പ്രസാദിച്ചാൽ മനുഷ്യർ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നും മുക്തനാവുന്നു. അങ്ങനെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചിട്ട് ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പ്രസന്നനാകുമ്പോൾ ജീവൻ പ്രകൃതി ഗുണങ്ങളാൽ മുക്തനും ലിംഗശരീര ബന്ധങ്ങളില്ലാത്തവനുമായിട്ട് ആനന്ദാത്മകമായിരിക്കുന്ന ആ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. ഭഗവാന്റെ പ്രസാദം സിദ്ധിച്ചാലുള്ള ഫലം പറയണം. സർവൈശ്വര്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ പ്രസാദിച്ചാൽ പുരുഷൻ രജസ്, സത്വം, തമസ് എന്ന പ്രകൃതി ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും തൽക്കാര്യം ആയിരിക്കുന്ന ആ ലിംഗശരീരത്തിൽ നിന്നും മുക്തനായിട്ട് സംസാരാതീതം ആയിരിക്കുന്ന ആ ആനന്ദസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് ഭഗവതി പ്രസന്നേ, ആ ഭഗവാൻ പ്രസാദിച്ചാൽ സതി പുരുഷ, ആ പുരുഷൻ പ്രാകൃതേർഗുണൈഹി മുക്ത, പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തമായിട്ട് ബ്രഹ്മസുഖം പ്രാപ്നോതി, ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഭഗവതി പ്രസന്നേ സതി പുരുഷ പ്രാകൃതേർഗുണൈഹി മുക്തോ ഗുണൈർമുക്തോ ബ്രഹ്മസുഖം പ്രാപ്നോതി. ഒന്നുകൂടി പറയാം. ഭഗവതി പ്രസന്നേ സതി പുരുഷ പ്രാകൃതേർഗുണൈർമുക്തോ ബ്രഹ്മസുഖം പ്രാപ്നോതി. ഇതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അടുത്തത് ആ 15-ാമത്തെ ശ്ലോകം. ഭൂതൈഃ പഞ്ചഭിരാരബ്ധൈർയോഷിത് പുരുഷ ഏവ ഹി തയോർവ്യവായാത് സംഭൂതിർ യോഷിത് പുരുഷയോരിഹ. കൂടി ചൊല്ലാം. ഭൂതൈഃ പഞ്ചഭിരാരബ്ധൈർയോഷിൽ പുരുഷ ഏവ ഹി തയോർവ്യവായാത് സംഭൂതിർ യോഷിത് പുരുഷയോരിഹ. ഈ ലോകത്തിൽ ഈ ശരീരമായിട്ട് രൂപാന്തരപ്പെട്ടു ഇരിക്കുന്ന ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ആ സ്ത്രീയും പുരുഷനും ആവിർഭവിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള ആ സംയോഗത്താൽ ഈ സ്ത്രീ പുരുഷന്മാരുടെ ആ സംഖ്യ കൂടി വന്നു. ഭൂതൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭൂതങ്ങളിൽ നിന്ന്, പഞ്ചഭൂതങ്ങളിൽ നിന്ന്, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ആരബ്ധേർ, അതിൽ നിന്നും ഉണ്ടായതാണ് യോഷിത്, ഈ പുരുഷ, ഈ സ്ത്രീയും പുരുഷനും. ഏവഹി തയോർവ്യവായാത്, അവയിൽ നിന്ന് അവർ തമ്മിലുള്ള അവർ തമ്മിലുള്ള ആ സംയോഗത്താൽ സംഭൂതിർ, വീണ്ടും ആ സംഖ്യ കൂടിയിട്ട് ആ യോഷിത് പുരുഷയോരിഹ, ഇവിടെയുള്ള ആ പുരുഷന്മാരും സ്ത്രീകളുടെയൊക്കെ സംഖ്യ കൂടി വന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദം ഇഹ, ഈ ലോകത്തിൽ, ആരബ്ധൈഹി, ശരീരം ആയിട്ട് രൂപാന്തരപ്പെട്ട, പഞ്ചഭീഭൂതൈഹി, ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന്, യോഷിത്, സ്ത്രീയും, പുരുഷ, പുരുഷനും, ഏവഹി, ആവിർഭവിച്ചതാണല്ലോ, തയോഹോ, അവർ തമ്മിലുള്ള വ്യവായാത്, ആ സംയോഗത്താൽ, യോഷിത് പുരുഷയോഹോ, ആ സ്ത്രീ പുരുഷന്മാരുടെ സംഭൂതി, സംഖ്യ കൂടി വന്നു. ഒന്നുകൂടി പറയാം. ഇഹ, ഈ ലോകത്തിൽ, ആരബ്ധൈഹി, ശരീരമായി രൂപാന്തരപ്പെട്ട, പഞ്ചഭീഭൂതൈഹി, പഞ്ചഭൂതങ്ങളിൽ നിന്ന്, യോഷിത്, സ്ത്രീയും, പുരുഷ, പുരുഷനും, ഏവഹി, ആവിർഭവിച്ചതാണല്ലോ, തയോഹോ, അവർ തമ്മിലുള്ള വ്യവായാത്, സംയോഗത്താൽ, യോഷിത് പുരുഷയോഹോ, ആ സ്ത്രീ പുരുഷന്മാരുടെ സംഭൂതി, സംഖ്യ കൂടി വന്നു. അതിൽ തന്നെ വന്നിട്ട് ഇഹ ആരബ്ധൈഹി പഞ്ചഭിഭൂതൈഹി യോഷിത് പുരുഷ ഏവഹി തയോഹോ വ്യവായാത് യോഷിത് പുരുഷയോഹോ സംഭൂതി. ഒന്നുകൂടി പറയാം. ഇഹ ആരബ്ധൈഹി പഞ്ചഭിഭൂതൈഹി യോഷിത് പുരുഷ ഏവഹി തയോഹോ വ്യവായാത് യോഷിത് പുരുഷയോ സംഭൂതി. ഈ ലോകത്തിൽ ആ ശരീരമായി രൂപാന്തരപ്പെട്ട ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ആ സ്ത്രീയും പുരുഷനും ആവിർഭവിച്ചതാണല്ലോ. അങ്ങനെ അവർ തമ്മിലുള്ള ആ സംയോഗത്താൽ ആ സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ കൂടി വന്നു. അപ്പോൾ ദേഹത്തിന് കാരണമായി തീരണ ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ആ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടാകുന്നത്. ആ സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ചയിൽ നിന്നും ഈ സംസാരത്തിൽ മറ്റു സ്ത്രീ പുരുഷന്മാരുണ്ടാകാൻ കാരണം ആയിട്ട് തീരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ത്രീ പുരുഷൻ എന്നീ വ്യത്യാസം പഞ്ചഭൂതങ്ങളുടെ പരിണാമ ഭേദത്താലാണ് ഈ സ്ത്രീ പുരുഷ ഭേദവ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ
ഉണ്ടായ ആ സ്ത്രീ പുരുഷന്മാരുടെ സംയോഗം നിമിത്തം അവരിൽ നിന്നും വീണ്ടും സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുന്നു ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൃഥിവ്യാദി പഞ്ചമഹാഭൂതങ്ങളുടെ പരിണാമത്തിൽ നിന്ന് സ്ത്രീ പുരുഷ ശരീരങ്ങൾ ഉണ്ടാകുന്നു. ഈ ലോകത്തിൽ അവരുടെ അന്യോന്യ സംയോഗത്താൽ അവരിൽ നിന്ന് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുന്നു. ഇത് വ്യാഖ്യാനം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പഞ്ചഭൂതേർ ദേഹാദ്യാഹ, പഞ്ചഭൂതങ്ങൾ കൊണ്ട് ദേഹാദികൾക്ക് കാരണമാവുന്നു. കാരേണ പരിണാമം പ്രാപ്തൈഹി, അങ്ങനെ ദേഹാദികളുണ്ടാകുന്നു പരിണമിച്ചിട്ട്. എന്നിട്ട് അത് പുരുഷൗ ഭവതഃ, അങ്ങനെ സ്ത്രീ പുരുഷനും ഉണ്ടാവുന്നു. തയോർ മൈഥുനാദ് അന്യയോ, പരസ്പരം ഉള്ള ആ മൈഥുനത്തിൽ നിന്നും അവരുടെ അന്യരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ സംഭൂതി, അവരുടെ ആ സംഖ്യ കൂടിയൊന്നു. അപ്പോൾ പഞ്ചഭൂതൈർ ദേഹാദ്യാകാരേണ, പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ദേഹാദികളുടെ ആകാരത്തിൽ നിന്ന് പരിണാമം പ്രാപ്തയെ, പരിണമിച്ചിട്ട് ആകാരേണ പരിണാമം പ്രാപ്തയി സ്ത്രീ പുരുഷ, അത് പരിണാമം പ്രാപിച്ചിട്ടാണ് സ്ത്രീയും പുരുഷനും ഉണ്ടായിട്ടുള്ളത്. പഞ്ചഭൂതൈർ ദേഹാദ്യാകാരേണ പരിണാമം പ്രാപ്തൈ സ്ത്രീ പുരുഷൗ ഭവതഃ തയോർ മൈഥുനാദന്യയോ സ്ത്രീ പുരുഷയോ സംഭൂതി. കൂടി പറയാം. പഞ്ചഭൂതൈർ ദേഹാദ്യാകാരേണ പരിണാമം പ്രാപ്തൈ സ്ത്രീ പുരുഷൗ ഭവതഃ തയോർ മൈഥുനാദന്യയോ സ്ത്രീ പുരുഷയോ സംഭൂതി എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഇനി 16ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഏവം പ്രവർത്തതേ സർഗഃ സ്ഥിതിഃ സംയമ ഏവ ച ഗുണവ്യതികരാദ് രാജൻ മായയാ പരമാത്മനഃ. ഏവം പ്രവർത്തതേ സർഗഃ സ്ഥിതിഃ സംയമ ഏവ ച, ഇപ്രകാരം ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കണമെന്ന്. ഗുണവ്യതികരാദ് രാജൻ, ആ ഭേദം കൊണ്ട് മായ കൊണ്ടും ആ പരമാത്മാവിനാൽ ഈ സ്ഥിതി വിശേഷങ്ങൾ ഉണ്ടാവണമെന്നർത്ഥം. ഏവം പ്രവർത്തതേ സർഗഃ സ്ഥിതിഃ സംയമ ഏവ ച ഗുണവ്യതികരാദ് രാജൻ മായയാ പരമാത്മനഃ. ഹേ രാജൻ, അല്ലയോ രാജൻ, പരമാത്മനഃ പരമേശ്വരൻ്റെ മായാവൈഭവത്താൽ ഗുണവ്യതികരാൽ സത്വാദി ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ ഉലഞ്ഞപ്പോൾ ഏവം ഇപ്രകാരം സർഗഃ സൃഷ്ടി പ്രവർത്തതേ പ്രവർത്തിക്കുന്നു സ്ഥിതിയും സംയമഃ സംഹാരവും ഏവ അതേവിധം തന്നെ പ്രവർത്തിക്കുന്നു. എന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ രാജൻ, പരമാത്മനഃ പരമേശ്വരൻ്റെ മായാവൈഭവത്താൽ ഗുണവ്യതികരാൽ അസത്വാദി ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ ഉലഞ്ഞപ്പോൾ ഏവം ഇപ്രകാരം സർഗഃ സൃഷ്ടി പ്രവർത്തതേ ഇപ്രകാരം സൃഷ്ടി പ്രവർത്തിക്കുന്നു. സ്ഥിതിയും സംയമഃ സംഹാരവും ഏവച്ച അതേ വിധം തന്നെ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ രാജൻ, പരമാത്മനഃ മായയാ ഗുണവ്യതികരാത് ഏവം സർഗഃ പ്രവർത്തതേ സ്ഥിതിഃ സംയമഃ ഏവച്ച. നൂടി ഹേ രാജൻ, പരമാത്മനഃ മായയാ ഗുണവ്യതികരാത് ഏവം സർഗഃ പ്രവർത്തതേ സ്ഥിതിഃ സംയമഃ ഏവച്ച. അല്ലയോ രാജൻ, പരമേശ്വരൻ്റെ ആ മായാവൈഭവത്താൽ സത്വശീലാദി ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ ഉലഞ്ഞപ്പോൾ ഇപ്രകാരം സൃഷ്ടി സ്ഥിതി സംയമം സംഹാരം എന്നിവ ഇതേ വിധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഭഗവാന്റെ ആ മായാവൈഭവം ഹേതുവായിട്ട് സത്വാദി ഗുണങ്ങൾക്ക് ക്ഷോഭം വന്ന് സൃഷ്ടിയാദികൾ നടക്കുന്നു. ഗുണാതീതനായിരിക്കുന്ന ഭഗവാൻ ഇവിടെ രാജൻ പരമാത്മാവിൻ്റെ ആ മായ സത്വാദികൾക്ക് ക്ഷോഭം വന്ന് അതിൽ നിന്നും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കണു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹേ രാജാവേ, ഇപ്രകാരം പരമാത്മാവിൻ്റെ ഇച്ഛാശക്തി നിമിത്തം പ്രകൃതി ഗുണങ്ങൾക്ക് അന്യോന്യ സമ്മേളനവും അതുനിമിത്തം സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന കാര്യങ്ങളും നടക്കുന്നു. രജസിൻ്റെ ആധിക്യത്തിൽ സൃഷ്ടി
സത്വാധിക്യത്താൽ രക്ഷ, തമസിൻ്റെ ആധിക്യത്താൽ സംഹാരം ഇവ നടക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്നിന് ആധിക്യം വരുവാൻ കാരണം അത് ഈശ്വരൻ്റെ ഇച്ഛ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ വ്യാഖ്യാനം നോക്കാം. തയോർ ഏവം ഇപ്രകാരം ഭഗവാന്റെ മായ കൊണ്ട് സൃഷ്ടിചക്രം പ്രവർത്തതേ. ഈ സൃഷ്ടിചക്രം സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന ചക്രം പ്രവർത്തിക്കണു എന്നർത്ഥം. ഏവം ഭഗവൻ മായയാ സൃഷ്ടിചക്രം പ്രവർത്തതേ. ഇപ്രകാരം ഭഗവൻ മായ കൊണ്ട് സൃഷ്ടിചക്രം പ്രവർത്തിക്കണു. അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ.